കാശ്മീർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യ 2 പാർട്ടുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ആദ്യ 2 പാർട്ടുകളുടെ ലിങ്ക് വീഡിയോയുടെ മുകളിൽ വലതുവശത്ത് ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങും ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹലിലെ കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാശ്മീരിലെ അവസാനത്തെ ദിവസമായ ഇന്ന് ശ്രീനഗറിലെ പ്രാദേശികമായ കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ജമ്മു കാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ. ദാൽ ലേക്ക്, മുഗൾ ഗാർഡൻ, തുലിപ് ഗാർഡൻ, ശങ്കരാചാര്യ ടെമ്പിൾ, ഹസ്രത് ബാൽ മഹൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ ധാരാളം കാഴ്ചകളുണ്ട് ശ്രീനഗറിൽ നമുക്ക് കാണാൻ. നമ്മൾ ആദ്യം പോകുന്നത് ശങ്കരാചാര്യ ടെമ്പിൾ കാണാനാണ്. ശ്രീനഗറിലെ ഏറ്റവും പുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒരു ശിവക്ഷേത്രമാണിത്. ആദി ശങ്കരാചാര്യർ ഇവിടെ താമസിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ സന്ദർശിക്കാൻ പ്രത്യേകം എൻട്രി ഫീസുകളൊന്നും കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു സമയമായിരുന്നു. ഏകദേശം 240ഓളം പടവുകൾ കയറി വേണം മുകളിലെത്താൻ. മുകളിൽ നിന്നാൽ ശ്രീനഗറിന്റെ പൂർണ്ണമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡുകളിലൂടെ വരിവരിയായി പോകുന്ന മിലിറ്ററി വാഹനങ്ങൾ. ചിലപ്പോഴൊക്കെ ഇത്തരം വാഹനങ്ങൾ പോകുമ്പോൾ നമ്മുടെ വണ്ടികൾ റോഡിൽ പിടിച്ചിടാറുമുണ്ട്. നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് മുഗൾ ഗാർഡനുകളിലൊന്നായ ഷാലിമാർ ബാഗ് ഗാർഡനിലാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ തൻ്റെ പത്നി നൂർജഹാനായി നിർമ്മിച്ചതാണ് ഏറ്റവും വലിയ ഈ മുഗൾ ഉദ്യാനം. എൻട്രി ഫീസായി മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും നൽകണം. ഇവിടെ എത്തുന്നവർക്ക് മനോഹരമായ കാശ്മീരി പുഷ്പങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ പരമ്പരാഗത വേഷമണിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. കാശ്മീർ ഡ്രസ് വാടകയ്ക്ക് എടുക്കാൻ 150 മുതൽ 300 രൂപ വരെയാവും. പ്രിന്റ് ചെയ്ത ഫോട്ടോകൾ ലഭിക്കാൻ 100 മുതൽ 200 രൂപ വരെ കൂടുതൽ കൊടുക്കണം. ഞങ്ങളിവിടെ എത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുലിപ് സീസൺ അവസാനിച്ചതിനാൽ തുലിപ് ഗാർഡൻ കാണാൻ കഴിഞ്ഞില്ല. ഷാലിമാർ ഗാർഡനിൽ നിന്നും നേരെ പോയത് ദാൽ ലേക്കിന് സമീപത്തുള്ള നിഷാദ് ബാഗ് ഗാർഡനിലേക്കാണ്. 12 തട്ടുകളായി തിരിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. 30 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. 12 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഒരേ സമയം ദാൽ ലേക്കിൻ്റെ ഭംഗിയും അതിനു പിന്നിലായി തലയുയർത്തി നിൽക്കുന്ന പർവ്വതനിരകളുടെ ദൃശ്യവും ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രധാന വഴികളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിലെ ചെറിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇതിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ പ്രശസ്തമായ ഹസ്രത് ബാൽ ദർഗയിൽ എത്തിച്ചേർന്നു. നിങ്ങളിൽ പലർക്കും പല സിനിമകളിലും കണ്ടു പരിചയമുള്ള ഒരു രംഗമായിരിക്കും ഇത്. സമീപവാസികൾ തീറ്റയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രാവുകൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പ് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇത് പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരം നൽകുന്നത്. ഹസ്രത് ബാൽ ദർഗയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. നേരെ റൂമിലേക്കാണ്. ഇന്ന് കാശ്മീരിലെ അവസാനത്തെ ദിവസമായതുകൊണ്ട് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. 4 ദിവസത്തെ മനോഹരമായ കാഴ്ചകൾ നൽകിയ ഓർമ്മകളുമായി ഇന്ന് ഞങ്ങൾ കാശ്മീരിനോട് വിട പറയുകയാണ്. രാവിലെ 6:30 ശ്രീനഗറിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ലക്ഷ്യം ഉധംപൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഉധംപൂരിൽ നിന്നും ട്രെയിൻ മാർഗം ഡൽഹിയിലെത്തി അവിടെ നിന്നും ആഗ്രയിൽ പോയി താജ്മഹൽ കാണാനാണ് പ്ലാൻ. ആഗ്രയിലെത്തിയാൽ റെസ്റ്റ് എടുക്കുന്നതിനും ഫ്രഷ് ആവുന്നതിനുമെല്ലാമായി റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 12 മണിക്കൂറിന് AC റിട്ടയറിംഗ് റൂമിന് 2 പേർക്ക് 1200 രൂപയാണ് ചാർജ്. ആഗ്ര റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും ലഭിക്കുന്ന ഷെയർ ഓട്ടോകളിൽ കയറി 50 രൂപ നൽകിയാൽ അവർ നമ്മെ താജ്മഹലിൻ്റെ എൻട്രി പോയിന്റിലെത്തിക്കും. ആഗ്രയിലെത്തി വൈകുന്നേരം 3 മണിയോടുകൂടി ഞങ്ങൾ താജ്മഹൽ കാണാനായി പുറപ്പെട്ടു. വെള്ളിയാഴ്ചകളിൽ താജ്മഹൽ അവധിയായിരിക്കും.
അതിനാൽ കാണാൻ വരുന്നവർ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകാത്ഭുതങ്ങളിലൊന്നായ പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിച്ചറിഞ്ഞ താജ്മഹൽ ഇതാ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നു. എത്ര മനോഹരമായൊരു ദൃശ്യമാണിത്. ഒരാൾക്ക് 50 രൂപയാണ് താജ്മഹലിലേക്കുള്ള എൻട്രി ഫീസ്. പ്രധാന കല്ലറ സന്ദർശിക്കണമെങ്കിൽ 200 രൂപയുടെ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ടിക്കറ്റുകൾ ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കൗണ്ടറുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതീവ സുരക്ഷാ മേഖലയായതിനാൽ തന്നെ ഇതിനകത്തേക്ക് വലിയ ബാഗുകൾ, ഭക്ഷണ സാധനങ്ങൾ, ഹെഡ്ഫോൺ, പവർ ബാങ്ക്, മൊബൈൽ ചാർജർ, ട്രൈപോഡ് തുടങ്ങിയവയൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ മൊബൈൽ ഫോണുകൾ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ക്യാമറകൾ അകത്ത് കയറ്റണമെങ്കിൽ പ്രത്യേകം ഫീസ് നൽകേണ്ടി വരും. താജ്മഹലിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഏകദേശം 6:30 ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി. രാത്രി 8 മണിക്കുള്ള കേരള എക്സ്പ്രസ്സിൽ കയറി നേരെ നാട്ടിലേക്ക്. കാശ്മീർ സീരീസിന്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കാശ്മീർ യാത്ര ചിലവ് ചുരുക്കി എങ്ങനെ പ്ലാൻ ചെയ്യാം, എത്ര ചിലവ് വരും എന്നീ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.